നമുക്കെല്ലാവർക്കും അറിയാം ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ റിസൾട്ടിനായിട്ടുള്ള കാത്തിരിപ്പാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. നമ്മൾ കാത്തിരിക്കുകയാണ് ആ റിസൾട്ടിന് വേണ്ടിയിട്ട്. എന്താ ചേച്ചിക്ക് തോന്നുന്നേ? ആര് ജയിക്കും ആര് ജയിക്കില്ല എന്നുള്ളത് തന്നെ എല്ലാ മുന്നണികളുടെയും വിശ്വാസം തങ്ങൾ ജയിക്കും. ഇപ്പോ UDF ആണെങ്കിൽ ഭരണത്തിൽ വരുന്നതിന് മുന്നേ തന്നെ ആര് മുഖ്യമന്ത്രി ആകുന്നുള്ള അടിയാണ്. ഇനി LDFന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലോ 3.0 അടുത്ത മൂന്നാം ഭരണം തങ്ങൾക്ക് ഉണ്ടാവും പറയുന്നു. ഇനി BJPയുടെ കാരണം എടുത്തു കഴിഞ്ഞാൽ അവരുടെ എടുത്തു കഴിഞ്ഞാൽ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സീറ്റുകൾ പിടിക്കും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. അതായത് 3 പേര് 3 പാറ്റേണിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിൽ ഏറ്റവും വിചിത്രമായിട്ട് നമുക്ക് പറയാനുള്ളത് കസേര കളി എന്നൊരു കസേര കളി എന്നൊരു മൈൻഡാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് മുഖ്യമന്ത്രിയാകും, ഒറ്റ ഒരാൾക്കേ മുഖ്യമന്ത്രിയാകാൻ പറ്റുള്ളൂ. പക്ഷെ 3 പേര് മുഖ്യമന്ത്രി ആകാനായിട്ട് നോക്കുന്നുണ്ട്. ആരൊക്കെയാണ്? അതെ, VD സതീശനുണ്ട്, നമ്മുടെ KC വേണുഗോപാലുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. അതെ, ഇതിൽ ആരാകും എന്നുള്ളത് അവസാന വാക്ക് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. പക്ഷെ എന്നിട്ടും ഇവരെന്തിനാണ് ഇവിടെ കിടന്നിട്ട്, പ്രത്യേകിച്ച് K സുധാകരൻ അതിന്റെ ഇടയ്ക്ക് FB പോസ്റ്റ് ഇട്ടു, KC വേണുഗോപാലാണ് രാഷ്ട്രീയത്തിൽ മുടിചൂടാ മന്നനാന്നൊക്കെയാണ് പറയുന്നത്. ഈ ഹൈക്കമാൻഡ് തീരുമാനിക്കുകയാണെങ്കിൽ എന്തിനാണ് അതിന്റെ ഇടയിൽ കൂടി ഇവരൊരു അഭിപ്രായം പറയുന്നത്? ശരിയല്ലേ? അപ്പൊ നമുക്ക് ഈ രാഹുൽ ഗാന്ധി ഒരു 2 ദിവസം മുന്നേ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സംഘനൃത്തം ആടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ സിംഗിൾ ഡാൻസ് കളിക്കുന്ന അത്ര നല്ല പരിപാടിയല്ല എന്നുള്ള. അതിപ്പോ ആരെ ഉദ്ദേശിച്ചത് നമുക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. കാരണം എല്ലാവരും മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഹൈക്കമാൻഡാണ് അവസാനത്തെ വാക്ക്. അതിനിടയ്ക്ക് ഒരു മുഴുവൻ മുന്നേ എറിയാനായിട്ട് K സുധാകരൻ എറിയേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇനി LDFന്റെ കാര്യം എടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ 5 വർഷം കൂടുമ്പോൾ നമ്മൾ പാർട്ടി മാറ്റി ഭരിപ്പിക്കാറാണ് പതിവ്. അതിനിടയ്ക്ക് നമുക്ക് 2016 മുതൽ LDF അധികാരത്തിൽ വന്നു, 2021 LDF അധികാരത്തിൽ വന്നു. ആദ്യമായിട്ടാണ് ഒരു തുടർ ഭരണം കേരളത്തിൽ ഉണ്ടാകുന്നത്. ഇതിനു മുന്നേ ഒരു തുടർ ഭരണം ഉണ്ടാകേണ്ടതായിരുന്നു. നമ്മുടെ VS അച്യുതാനന്ദ മന്ത്രിസഭ നല്ലൊരു ഭരണമായിരുന്നു കാഴ്ചവെച്ചത്. കാരണം ഈ മൂന്നാറിലെ ചില പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മുടെ JCB കൊണ്ട് മാന്തുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അനധികൃതമായിട്ട് പിടിച്ചു വെച്ച പ്രോപ്പർട്ടീസും അദ്ദേഹത്തിന്റെ പേര് ഒരു കളങ്കം പോലും വരുത്താൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തെ കുറച്ചു നേരം ഒതുക്കുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹത്തിന്റെ ശൈലിയിൽ ആദ്യമേ കൊണ്ടുവന്നപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ഭിന്നത വന്നു. കാരണം അന്ന് പാർട്ടിയിൽ അച്യുതാനന്ദൻ ഗ്രൂപ്പും പിണറായി ഗ്രൂപ്പും ഉണ്ടായിരുന്നു. അപ്പൊ ഈ പിണറായി ഗ്രൂപ്പിന് അച്യുതാനന്ദന്റെ ഈ ഒരു പ്രവൃത്തികൾ അത്ര ഇഷ്ടമാകാത്തതുകൊണ്ടും ശരിക്കും പറഞ്ഞാൽ അന്ന് കേരളത്തിൽ 2011 തുടർഭരണം വരേണ്ടതായിരുന്നു. അന്നത്തെ തുടർഭരണത്തെ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞത് ഈ പിണറായി വിഭാഗത്തിലെ ആളുകൾ തന്നെയാണ്. അവരുടെ ഒരു ധാരമാണ് ശരിക്കും 2011 UDF അധികാരത്തിൽ വന്നത്. ഈ UDF അധികാരത്തിൽ വന്നിട്ട് എന്താ ഉണ്ടായേ? എത്രയെല്ലാം കേസുകൾ നമ്മൾ കണ്ടല്ലേ? അതെ, നാണക്കേടായില്ലേ? അത് എന്താ ഒരു സരിത S നായർ തുടങ്ങി എവിടെയാണ് അവസാനിച്ചത്? ഒരു സോളാർ പാനൽ വെക്കാൻ വേണ്ടി വന്നതാണ്. മൊത്തത്തിൽ സോളാറിസം ആക്കി കളഞ്ഞു പുള്ളിക്കാരത്തി അങ്ങോട്ട്. പിന്നെ എന്താ ഉണ്ടായത്? അതായത് അഴിമതി കേസായി, നമ്മുടെ മുഖ്യമന്ത്രിയായ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വരെയും പ്രതിപട്ടികയിലുണ്ട്. പിന്നെ മാത്രവുമല്ല K ബാബുവിനും K മാണിക്കും എതിരെ ബാർക്കോഴ, തൃപ്പൂണിത്തുറയിലെ MLA ആയിരുന്നു അന്ന് K ബാബു. പക്ഷെ ആ K ബാബുവിന് ആ സമയത്ത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തായിരുന്നു കേട്ടോ. അതിനുശേഷം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പുള്ളിക്കാരൻ പുറത്താവുകയും ചെയ്തു. കാരണം പുള്ളിക്കാരനെ ജയിപ്പിച്ചില്ല തൃപ്പൂണിത്തുറ. അങ്ങനെയാണ് മാറ്റി സ്വരാജിനെ പരീക്ഷിച്ചത്. പക്ഷെ ആ പരീക്ഷണം തെറ്റാന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ സ്വരാജിനെ ഔട്ടാക്കി കളയുകയും ചെയ്തു. കാരണം പറ്റില്ല, നമുക്ക് ബാബു തന്നെയാണ് സ്യൂട്ട് എന്ന് തോന്നിയിട്ട് അങ്ങനെ തന്നെ ആക്കി വെക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ ബാർക്കോഴ കേസ് വരികയും ചെയ്തു. അതിനൊപ്പം തന്നെ സോളാർ കേസ് വന്നു. പിന്നെ KB ഗണേഷ് കുമാർ പറയേണ്ട കാര്യമില്ലല്ലോ, എന്തിലായിരിക്കും ഏറ്റവും കൂടുതൽ അടുത്തൊരു പൊല്ലാപ്പ് തന്നെ നമുക്ക് പറയാം. അതെ, പക്ഷെ KV ഗണേഷ് കുമാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഏതൊക്കെ പാർട്ടിയാണോ കേരളം ഭരിക്കുന്നത് ആ പാർട്ടിയിലെ മന്ത്രിസഭയിലെല്ലാം പുള്ളിക്കാരുണ്ടാവും. അതെന്താ അങ്ങനെ? കാരണം കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോ ആ സമയത്ത് മന്ത്രിയായിരുന്നു. ഇപ്പൊ LDF ഭരിച്ചപ്പോ ആ സമയത്ത് പിന്നെയും മന്ത്രിയായി. പക്ഷെ ഇതിലെന്നും ഇദ്ദേഹം നന്നായിട്ടില്ല. അന്നും വിവാദം ഉണ്ടായിരുന്നു, ഇന്നും വിവാദം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഒരാൾ വീട്ടിൽ കയറുന്ന ഇയാൾ അടിക്കുകയൊക്കെ ചെയ്തതാണ്. നമ്മുടെ ഈ സരിത S നായരുടെ ഭർത്താവ് ഇയാൾ അടിക്കുകയാണ്. പക്ഷെ ആ അടിച്ചയില് 3 ആളുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ആദ്യത്തെ ഭാര്യ അടിച്ചു എന്ന് ആദ്യത്തെ ഭാര്യ പറയുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് ബിജു രാധാകൃഷ്ണൻ ആണ് അടിച്ചതെന്ന് അയാൾ പറയുന്നത്. മൂന്നാമത് അടിച്ചതാരാന്ന് അയാൾക്കും, അതായത് KV ഗണേഷ് കുമാർ അടിച്ച ആൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഒരു മന്ത്രി ആയിട്ടിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും. ഈ ഒരു സീൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് KB ഗണേഷ് കുമാറിന്റെ ആദ്യത്തെ ഭാര്യ യാമിനി തങ്കച്ചി അദ്ദേഹത്തെ ബന്ധം ഉപേക്ഷിച്ച് ജീവനം കൊണ്ട് ഓടിക്കളഞ്ഞത്. എന്നിട്ട് ഇപ്പൊ രണ്ടാമത് അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തായിരുന്നെങ്കിൽ ഇത് പിണറായി സർക്കാരിന്റെ കാലത്ത് വേറെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അതാണെങ്കിൽ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസ് ആണല്ലോ.
ന്യൂസ് ആണല്ലോ. എന്താ പറയാ, വീട്ടില് പൂട്ടിയിട്ടൂന്നോ തന്റെ ഫോൺ പിടിച്ചു വാങ്ങിയെന്നോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോലാഹലം ഉണ്ടാക്കി, പോലീസിനെ വിളിച്ചു, പോലീസ് യഥാക്രമം വന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് എന്താ പിറ്റേ ദിവസം എന്താ ഉണ്ടായേ, ഞങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് കേട്ടോ എന്നൊക്കെ പറയുന്നു. അപ്പൊ നിസ്സാര പിണക്കങ്ങളൊക്കെയാണ്. പക്ഷെ നിസ്സാര പിണക്കങ്ങളല്ല, പോലീസിനെ വിളിച്ചിട്ട് പോലീസ് വന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതൊരുപാട് വിവാദങ്ങൾ വന്നതാ. അതിന്റെ ഇടയ്ക്ക് അയാൾ പറഞ്ഞു 5000 പ്രണയങ്ങൾ ഇനിയും ഉണ്ട്. 5000 പ്രണയങ്ങളും കുഴപ്പമില്ല, പക്ഷെ കേസുകളും ഉണ്ട് അതിന്റെ ഇടയ്ക്ക്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അന്നും കോൺഗ്രസിനെ പിടിച്ചു കുലുക്കിയ ഒരുപാട് സംഭവങ്ങൾ 2011 ഉണ്ടായിരുന്നു. ആ 2011 ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടും അന്നൊന്നും ഒരാളുടെ പേര് പോലും ആ ഒരു സംഭവത്തിൽ വന്നിരുന്നില്ല. ആരാണ്? രമേശ് ചെന്നിത്തല. അതെ. അപ്പൊ എന്തായാലും റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും തന്നെ. അപ്പൊ എന്തായാലും കാത്തിരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും യോജിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രി തന്നെ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.